ഇലകളിൽ തളിരിടും ഇളവയിൽ കിരണമായി ശിശിരമെൻ കഥനമേദിയിൽ കുളിരുമേ മറുവിലും തളരുമേ തനുവിലാൽ ഉണരുമേ കനിവിൻ നാളമാ നിലാവിതിൽ തഴുകും നീളമായി നിരാമയൻ ഈ ഉലകിൽ ജാതനായി നിദാനമായി സ്നേഹധാരയായി നിറവിൻ നിനാദമായിതാ ഗ്ലോറിയ ഗ്ലോറിയ ഇരുളതിൽ എരിയുമീ കനലിൻ കടലിലായി തെളിയുമീ കനകനാളമാ അലയതിൽ അലറലായി അഴലിതിൽ അരുമയായി അലിവിതിൽ സഹനകാലമായി അനാദിയായി വചനദീപമായി അഗാധമായി നവജീവധാരയായി ത്രിയേകനായി ലോകനാഥനായി കനിവിൻ ഈണമായിതാ ഗ്ലോറിയ ഗ്ലോറിയ
And to us a child is born, and to us a son is given. For unto us a child is born, and to us a son is given. A son is given. And to us a child is born, and to us a son is given. For unto us a child is born, and to us a son is given. A son is given. His name is Wonderful Counselor, the Everlasting Father. He is Wonderful Counselor, the Almighty God. His name is Wonderful Counselor, the Everlasting Father. He is Wonderful Counselor, the Almighty God. Almighty God. The Prince of Wonderful Counselor, the Prince of Wonderful Counselor, the Prince of Peace. Unto us a child is born, Unto us a son is given, for unto us a child is born, unto us a son is given. A son is given. Unto us a child is born, unto us a son is given. For unto us a child is born, unto us a son is given. A son is given. His name is Wonderful Counselor, the Everlasting Father. He is Wonderful Counselor, the Almighty God. Almighty God. For unto us a son is born, unto us a son is given. For unto us a child is born, unto us a son is given. A son is given. A son is given.
അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു ആഗതനായ സുദിനമാണ് ക്രിസ്തുമസ്. ദൈവം മനുഷ്യന് നൽകിയ ദൈവീകമായ സമ്മാനമായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. ക്രിസ്തുവിൻ്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ ജനനം ദൈവീകമായി നമുക്ക് ലഭിച്ച അമൂല്യ സമ്മാനമായിരുന്നുവെന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേവലം വ്യക്തികളെയോ സമൂഹത്തെയോ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല. അത് സർവ്വ ജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിരുന്നു ഇത്. ക്രിസ്തുവിൻ്റെ സുദിനം ആഗതമായിരിക്കുന്ന ഈ നാളുകളിൽ 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്തേത്, വഴികാട്ടിയായി തീർന്ന നക്ഷത്രം. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രത്തിൻ്റെ സത്യം തേടി കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് യാത്ര തിരിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന അവരുടെ അന്വേഷണം ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അവർക്ക് സഹായകമായി തീർന്നു. കിഴക്ക് ഉദിച്ച നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി തീർന്നു. ആ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചുവെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴികാട്ടിയായി തീർന്ന ആ നക്ഷത്രത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മോട് ആഹ്വാനം ചെയ്തത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആ വഴിയെയും സത്യത്തെയും ജീവനെയും കണ്ടെത്തുന്നവർ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ സന്തോഷം കണ്ടെത്തുന്നു. രണ്ടാമതായി, വിദ്വാൻമാരുടെയും ഇടയന്മാരുടെയും സാന്നിധ്യം. കിഴക്ക് ഉദിച്ച നക്ഷത്രമായിരുന്നു വിദ്വാൻമാർക്ക് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വഴികാട്ടിയായി തീർന്നത് എങ്കിൽ ഇടയന്മാരെ ആ സ്വർഗീയ സന്തോഷം അറിയിച്ചത് ദൂതന്മാരായിരുന്നു. ക്രിസ്തു എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടാണ് തൻ്റെ ജനന വാർത്ത ആഹ്വാനം ചെയ്തത് എന്ന സന്ദേശമാണ് നമുക്ക് ഇവിടെ വ്യക്തമാകുന്നത്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകുവാനും പ്രതീക്ഷയില്ലാത്തവൻ്റെ പ്രതീക്ഷയാകുവാനുമുള്ള ആഹ്വാനമാണ് ക്രിസ്തു ജനനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഈ യാത്രയിൽ സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യം ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി, ക്രിസ്തു ജനനത്തിൻ്റെ ലക്ഷ്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ക്രിസ്തു തൻ്റെ നയപ്രഖ്യാപനത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ വ്യക്തമാക്കിയത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ക്രിസ്തു എന്നെ ആഹ്വാനം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം എന്നത് ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഈ സമൂഹത്തിനെ ലാളിത്യ ജീവിതം നയിക്കുവാനും ലളിത ജീവിതം ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് ക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായത്. ക്രിസ്തുവിൻ്റെ ജനനം എന്നത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ലോകത്തിലെ നല്ല ഗുരുവായി, നല്ല ഇടയനായി, നല്ല അയൽക്കാരനായി, നല്ല സ്നേഹിതനായി മാറ്റപ്പെടുന്ന
ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമുക്ക് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുമസിൻ്റെ സന്തോഷം എന്നത് പങ്കുവയ്ക്കപ്പെടലിൻ്റേതാണ്. നമ്മുടെ നന്മകൾ, മാനുഷിക മൂല്യങ്ങൾ, മാനുഷിക കാഴ്ചപ്പാടുകൾ, സമയം, നമ്മുടെ താലന്തുകൾ, അവ ദൈവിക സ്നേഹത്തിലൂന്നിക്കൊണ്ട് പങ്കുവയ്ക്കപ്പെടൽ എന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുമസിൻ്റെ സന്തോഷം ഇരട്ടിയായി തീരുന്നു. ക്രിസ്തുമസിൻ്റെ സന്തോഷം എന്നത് ചേർത്ത് പിടിക്കലിൻ്റേതാണ്. ജാതി മത അതിർവരമ്പുകൾക്കതീതമായി അന്യനെയും നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്തീയ സന്ദേശം യാഥായോഗ്യം ഈ സമൂഹത്തിൽ നിർവഹിക്കപ്പെടുവാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ വെളിച്ചമായി തീരുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്ത് നടത്തിയത്. ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്ത ശുശ്രൂഷ, കൽക്കട്ടയിൽ മദർ തെരേസ ചെയ്ത ശുശ്രൂഷ, മൊറോക്കോ ദ്വീപിൽ ഫാദർ ഡാമീൻ ചെയ്ത ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളാകുവാനുള്ള ആഹ്വാനമാണ് ഈ ക്രിസ്തുമസിൻ്റെ സന്തോഷം നമ്മെ പഠിപ്പിക്കുന്നത്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പങ്കുവയ്ക്കപ്പെടലിൻ്റെയും ചെറുതിരികൾ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോൾ നാം ഓരോരുത്തരും നന്മയുള്ള നക്ഷത്രങ്ങളായി മാറ്റപ്പെടുന്നു. നന്മയുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രമേ സ്വയം പ്രകാശിക്കുവാനും ഈ സമൂഹത്തെ പ്രകാശപൂരിതമായ ഒരു നവ സമൂഹത്തിലെ വാർത്തെടുക്കുവാനും കഴിയുകയുള്ളൂ. അതിന് ഈ ക്രിസ്തുമസ് കാലം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ആമേൻ.